നമസ്കാരം. നമ്മൾ നക്ഷത്രങ്ങളുടെ ദോഷപരിഹാരത്തിൽ ഇതുവരെ പറഞ്ഞു നിർത്തിയത് തിരുവാതിര നാൾ വരെ ആയിരുന്നു. ഇനി പുണർതം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുണർതം നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ദോഷപരിഹാരത്തിനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ ഏത് കാര്യത്തിലും വിജയിക്കാനും വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിതിൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊരു സ്തോത്രം നിത്യം ജപിക്കണം എന്നുള്ളതാണ്. അത് വേറൊന്നുമല്ല, ശ്രീരാമാഷ്ടകം എന്ന് പറയുന്നൊരു സ്തോത്രമാണ്. യൂട്യൂബിൽ പല ചാനലിലായിട്ട് ലഭ്യമാണ് അത്. അപ്പോൾ അത് നിങ്ങൾ രാവിലെ ഒരു 3 തവണ വീതം രാവിലെ ജപിക്കുക. അതായത് രാവിലെ കുളിച്ച് ശുദ്ധമായി കുടുംബദേവതകളെയും ഗണപതിയെയും പ്രാർത്ഥിച്ച ശേഷം ശ്രീരാമ സ്മരണയോടെ അത് ജപിക്കുക എന്നുള്ളതാണ്. അത് ജപിച്ച് കഴിഞ്ഞിട്ട് കഴിയുന്ന രാമനാമം ജപിക്കുന്നതും കുറച്ച് നേരം ഒരു മിനിറ്റ് രാമനാമം ജപിക്കുന്നതും നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ചൊല്ലി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഒരു ഐശ്വര്യം, ശാന്തി, സമാധാനം ഇവയൊക്കെ ഉണ്ടാവും. പഠനത്തിൽ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കും. നിങ്ങളുടെ പാപങ്ങൾ അകന്ന് നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ജീവിതാവസാനത്തിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ജീവിതാവസാനം മോക്ഷം കിട്ടുന്ന ഒരു സ്തോത്രമാണിത്. അപ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരുപാട് കാലം ഐശ്വര്യത്തോടെ ജീവിക്കാൻ വളരെ പ്രാപ്തമായതാണ്. കാരണം ശ്രീരാമ ഭഗവാന്റെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇവരുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ആയുർദോഷങ്ങളോ മറ്റ് രോഗങ്ങളോ ഇങ്ങനെയുള്ള ദോഷങ്ങൾ പോലും ഇതിൽ നിന്ന് മാറും. ശത്രുദോഷങ്ങൾ പോലും മാറ്റിത്തരുന്നൊരു സ്തോത്രമാണ്. കാരണം ശ്രീരാമ സ്തോത്രം ജപിക്കുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ജന്മനാൾ തോറും വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹനുമാൻ ക്ഷേത്രത്തിലാണെങ്കിൽ വെറ്റിലമാല ചാർത്തി വരുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ തൃക്കൈവെണ്ണ നിവേദ്യം നടത്തുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങൾ കൂവളമാലയോ പാലഭിഷേകമോ നടത്തുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ പാൽപ്പായസമോ അല്ലെങ്കിൽ തുളസിമാലയോ നെയ്വിളക്കോ വെണ്ണ നിവേദ്യമോ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വരുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറാൻ ഇത് വളരെ അത്യുത്തമമാണ്.